സർവശക്തനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. അതാണ് നസ്രായനായ യേശു ക്രിസ്തു. ദൈവഹിതത്തോട് സഹകരിക്കുന്ന ഒരു മകനോ മകളോ തന്റെ ഹൃദയം ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ, ദൈവഹിത പ്രകാരം ജീവിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ദൈവമായ കർത്താവ് അവന്റെ കൂടെയുണ്ടാകും. അവനെ കൈവെടിയുകയില്ല. അവന് വേണ്ടി താഴ്വരകളുടെ മധ്യേ ഉറവുകൾ ഉണ്ടാക്കും. അവന്റെ മരുഭൂമി അവസ്ഥകളെ ജലാശയം പോലെ കുളിർമയുള്ളതാക്കും. അവന്റെ മാനസികവും ഭൗതികവുമായ വരണ്ട പ്രദേശത്തെ നീരുറവയാക്കും. സ്നേഹമുള്ളവരെ, ദൈവം നമുക്കായി ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാൻ സാധിക്കുകയില്ല. പാഴ്മലകളിൽ നദികൾ ഒഴുക്കുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ കൂടെ ഉണ്ടാകും. വിശ്വസിക്കുന്നവരോടുകൂടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കാത്തുനിൽക്കുന്ന ദൈവം പറയുന്നു: വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാവും. നിരാശ കൊണ്ട് നമ്മെ തകർക്കുവാൻ നോക്കുന്ന അദൃശ്യ ശക്തികൾ നമ്മെ വേട്ടയാടുമ്പോൾ, നമ്മൾ തകർന്നു പോകും, ഇനി ഒരിക്കലും നന്നാവുകയില്ല എന്ന് നമ്മളെ ഭയപ്പെടുത്തുമ്പോൾ, കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം നൽകുന്ന ഒരു ദൈവം, നമ്മുടെ പാലകനായ കർത്താവായ യേശു. നിന്ദിച്ചവരുടെ മുമ്പിൽ നമ്മെ മാനിച്ചുയർത്തുന്ന ആ കർത്താവായ യേശുവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് ഈ നിമിഷം നമുക്ക് പറയാം: കർത്താവേ, ഞാൻ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശുവല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം. ഹല്ലേലൂയെല്ലാം മറന്നാർക്കു പാടാം. എല്ലാ നാവും ചേർന്ന് ആഘോഷിക്കാം. വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശുവല്ലയോ. നമ്മുടെ കണ്ണുനീർ കാണുവാൻ ആഗ്രഹിച്ച വ്യക്തികളുടെ മുമ്പിൽ നമുക്ക് നന്മ വരുത്തി നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ സഹായിക്കുന്ന കർത്താവായ യേശു. അവിടുത്തെ കൃപ നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമുണ്ട്. കണ്ണുനീർ കാണുവാൻ കൊതിച്ച ശത്രുക്കൾ ഛിന്ന ഭിന്നമായി പോയി. കഷ്ടത വരുത്തുവാൻ ശ്രമിച്ച വിരോധികൾ കഷ്ടത്തിലായി പോയി. കർത്താവിൻ്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും. കർത്താവിൻ്റെ കൃപ കൂടെയുള്ളപ്പോൾ കൺമണി പോലവൻ കാത്തുകൊള്ളും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശുവല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം യേശുവല്ലയോ. നമ്മുടെ ജീവിതത്തിലെ തകർന്ന നിമിഷങ്ങളിൽ, ഒറ്റപ്പെട്ട നിമിഷങ്ങളിൽ ദൈവമായ കർത്താവ് പറയുന്നു: നീ നിരാശപ്പെടേണ്ട, ആ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം.
അവിടുന്ന് നമ്മളെ മാനിച്ചുയർത്തും. കിണറിന്റെ ഏകാന്തതയിലും പൊട്ടിത്തകർന്നിടല്ലേ. പൊത്തിഫേറിൻ വീട്ടിൽ നിന്ദിതനായാലും നിരാശനായിടല്ലേ. പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും, ഫറവോനും നിന്നെ മാനിച്ചിടും. പിന്നത്തേതിൽ ദൈവം മാനിച്ചിടും, ഫറവോനും നിന്നെ മാനിച്ചിടും. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശു അല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശു അല്ലയോ. ഹല്ലേലൂയ പാടി ജയം ഘോഷിക്കാം, നല്ലതെല്ലാം മറന്നാർത്തു പാടാം. എല്ലാ നാവും ചേർന്ന് ആഘോഷിക്കാം, വല്ലഭനെ എന്നും ആരാധിക്കാം. നമ്മെ ജയോത്സവമായി വഴി നടത്തുന്ന നല്ലൊരു പാലകൻ യേശു അല്ലയോ. നിന്ദിച്ചോരുടെ മുൻപിൽ മാനിച്ചു നടത്തുന്ന നല്ലൊരു ദൈവം ഈ യേശു അല്ലയോ. ഇന്ന് ഈ വചനം ശ്രവിക്കുന്ന നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറ്റി അനുഗ്രഹത്തിന്റെ വാതിലുകൾ കർത്താവായ ദൈവം തുറക്കുകയും ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.